ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. രാഷ്ട്രീയ വിമർശനത്തെ വർഗീയവൽക്കരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. ലക്ഷ്യം മുഖ്യമന്ത്രിക്കെതിരെ കോലാഹലം സൃഷ്ടിക്കുക. CH സെന്റർ ഇന്ത്യ കാരുണ്യസ്പർശം നേരിട്ടറിയാൻ SYS നേതാക്കളെത്തി. ഹൃദ്യമായ സ്വീകരണമൊരുക്കി CH സെന്റർ ഭാരവാഹികൾ. കളരിവാതിൽക്കലിൽ ചുവർ ചിത്രങ്ങൾക്ക് പുതുജീവൻ. പുനർചിത്രീകരണം നടത്തിയത് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരി. കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ സൗജന്യ നിരക്കിൽ തിമിര ശസ്ത്രക്രിയ. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിത വിലവർധന. കളക്ടറേറ്റ് മാർച്ച് നടത്തി ഗവൺമെന്റ് കോൺട്രാക്ടർമാർ. നഗരവസന്തമൊരുക്കാൻ KFFPO മേള നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ കളക്ടറേറ്റ് മൈതാനിയിൽ. വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ തലമുണ്ടയിലെ ബൈജു. കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്ന്. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന. RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി CPI. കനറ ബാങ്ക് പേരാവൂർ മാരത്തൺ ഡിസംബർ 21-ന്. മത്സരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ. കുപ്പികളിൽ ജീവൻ തുടിക്കും ചിത്രവുമായി ചാലയിലെ പ്രിയ കലാകാരൻ പ്രമോദ്. കലക്കൊപ്പം ബോൺസായി പരിപാലനവും. നോക്കാം വിശദമായ വാർത്തകൾ. മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ വർഗീയവൽക്കരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് മുഖ്യമന്ത്രി പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ്. അത് CPMന്റെ പ്രഖ്യാപിത നിലപാടാണ്. ശരിയായ രാഷ്ട്രീയ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ കോലാഹലം സൃഷ്ടിക്കുകയാണ് ലീഗിൽ പോലും പ്രസക്തിയില്ലാത്ത ചില നേതാക്കളെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാദിഖ് അലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും. ചില നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താമാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ ട്രൗസർ ഊരി എന്ന് വരികയാണ് പറഞ്ഞത്. എന്തു പറയാൻ യാതൊരു ഉടുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീഗുള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായി SYS സംസ്ഥാന നേതാക്കൾ എളയാവൂർ CH സെന്റർ സന്ദർശിച്ചു. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവകാരുണ്യ പ്രസ്ഥാനമായ എളയാവൂർ CH സെന്റർ സന്ദർശിച്ചത്. സെന്ററിലെത്തിയ സംസ്ഥാന നേതാക്കളെയും സംഘത്തെയും CH സെന്റർ ഭാരവാഹികളും പ്രവർത്തകരും സ്വീകരിച്ചു. ഉത്തരവാദിത്വം മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന പ്രമേയവുമായി SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച മാനവ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവകാരുണ്യ പ്രസ്ഥാനമായ എളയാവൂർ CH സെന്റർ സന്ദർശിച്ചത്. സെന്ററിലെത്തിയ സംസ്ഥാന നേതാക്കളെയും ഭാരവാഹികളെയും CH സെന്റർ ഭാരവാഹികളും പ്രവർത്തകരും സ്വീകരിച്ചു. ഷാക്കിര്യങ്ങളുമായി അള്ളാഹുവിനെ ഓർക്കുന്ന, അവനെ നന്ദി ചെയ്യുന്ന നല്ല മനുഷ്യരായി നാം നിലകൊള്ളണം. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ജീവകാരുണ്യ പ്രവർത്തനം. കേരളത്തിലുടനീളം സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന കൂടെയാണ് SYS എന്നതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾക്ക് വളരെയേറെ മാനസികമായ ബന്ധമുണ്ട്. വളരെ തിരക്കുണ്ട്. കണ്ണൂരിലെ ആളുകൾ വെയിറ്റ് ചെയ്യാണ്. അവരുടെ കാരണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമി എത്രയും പെട്ടെന്ന് മഅമൂറായി
ഫലപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന പരിചരണ കേന്ദ്രത്തിലെ അന്തേവാസികളെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും സെന്റർ അങ്കണത്തിൽ സംഗമം നടത്തുകയും ചെയ്തു. സംഗമത്തിൽ വെച്ച് CH സെന്ററിന്റെ കീഴിൽ വരുന്ന ക്യാൻസർ പാലിയേറ്റീവിനായി വിലയ്ക്ക് വാങ്ങിയ വസ്തുവിന്റെ ആധാരം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്സരി CH സെന്റർ ചെയർമാൻ മുഹമ്മദ് അഷ്റഫിന് കൈമാറി. ചടങ്ങിൽ SYS നേതാക്കളായ മുഹമ്മദ് സാദിഖ് വെളിമുക്ക്, അബ്ദുൾ റാഷിദ് സഖാഫി മരുവമ്പായി, CH സെന്റർ ഭാരവാഹികളായ KM ഷംസുദ്ദീൻ, ഉമ്മർ പുറത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നൂറ്റാണ്ട് പഴക്കമുള്ള ശ്രീ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനർചിത്രീകരണം നടത്തിയ ഭിത്തി ചിത്രങ്ങൾക്ക് മുഹൂർത്തരാശിയിൽ തന്ത്രി കാട്ടുമാടം ഇളയേടത്ത് മനക്കൽ ഈശാനൻ നമ്പൂതിരിപ്പാട് കണ്ണുകൾ വരച്ച് ജീവൻ പകർന്നു. കളരിവാതിക്കൽ നമ്പ്യാത്തൻ മൂത്ത പിടാരരുടെ മകൻ വടക്കേ ഇല്ലത്ത് കേശവ പിടാരരും കുടുംബവും മുൻകൈയെടുത്താണ് നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രപ്രധാനമായ ചിത്രം പ്രസിദ്ധ ചുമർചിത്ര കലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിയെ കൊണ്ട് പുനർചിത്രീകരണം നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതിക്കൽ വടക്കേ ഇല്ലത്ത് സുജിത്ത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. അജ്ഞാനത്തിൻ്റെ മുകളിൽ കയറി ജ്ഞാനപ്രകാശം നൽകുന്ന അത്യപൂർവമായ ദേവീ ചിത്രഭാവം പുനർജനിച്ചു. 1.5 ആണ്ടുകൾക്ക് മുമ്പ് ശ്രീ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സപ്തമാതൃക്കളുടെ ശ്രീകോവിൽ ഭിത്തിയിൽ തെയ്യമ്പാടി നമ്പ്യാർ സ്ഥാനിക കാരണവർ വരച്ച ഗണപതിയുടെയും ദേവിയുടെയും ചുവർ ചിത്രങ്ങളാണ് ഇപ്പോൾ പുനർചിത്രീകരണം നടത്തിയത്. 4 തൃക്കൈകളോടുകൂടിയ ദേവി, വലത്തെ ഒരു കൈയിൽ വാളും താഴെ കൈയിൽ വളഞ്ഞ കത്തിയും ഇടത്തു കൈയിൽ നീലത്താമരയും താഴെ പാനപാത്രവുമുണ്ട്. ദേവിയുടെ കാൽപാദത്തിനടിയിൽ കാണുന്ന രൂപം അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക ചിത്രീകരണമാണ്. കഴുത്തിൽ അണിഞ്ഞ തലയോട്ടിമാല അക്ഷരങ്ങളുടെ പ്രതീകവും തലയോട്ടികൾ കോർത്തിട്ട മാലയെ തന്ത്രശാസ്ത്രത്തിൽ 51 അക്ഷരങ്ങളുടെ പ്രതീകമായാണ് കൽപ്പിച്ചിട്ടുള്ളത്. അജ്ഞാനത്തെ കീഴ്പ്പെടുത്തിയ ജ്ഞാനദേവതയായ ചന്ദ്രികാദേവി എന്ന സോമേശ്വരിയുടെ ഭാവമാണ് നീലത്താമര. അതിന്റെ അർത്ഥധ്വനി പൂർണ്ണമാക്കുന്ന അത്യപൂർവ ചുവർ ചിത്രം. 4 തൃക്കൈകളോടുകൂടി സർവാഭരണ ഭൂഷിതനും മൂഷിക വാഹനുമായ ഗണപതിയുടേതാണ് മറ്റൊരു ചിത്രം. തെയ്യമ്പാടി നമ്പ്യാർ ഭൂതവടിവ് സമ്പ്രദായത്തിൽ രചിച്ചതാണ് 63 ഇഞ്ച് ഉയരത്തിലും 53 ഇഞ്ച് വീതിയിലുമുള്ള ചിത്രങ്ങൾ. ഗുരുവായൂർ തോട്ടേക്കാട് ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് അതേ വലുപ്പത്തിൽ പുനർചിത്രീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കളരിവാതിക്കൽ വടക്കേ ഇല്ലത്ത് സുജിത് കേശവന്റെ ശേഖരത്തിലുണ്ടായ പഴയ ഫോട്ടോ നോക്കിയാണ് ചിത്രം പുനരാവിഷ്കരിച്ചത്. പൂർണ്ണമായും പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം പുനരാവിഷ്കരിച്ചതെന്ന് ചുമർ ചിത്രകലാകാരനായ ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. ഗുരുവായൂർ ചുമർ ചിത്ര പഠനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നേരത്തെ പഠനേന്ദ്രത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരയ്ക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ണൂർ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വരയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. പിന്നെ ഇവിടെ വരച്ച ചുമർചിത്രം പൂർണ്ണമായും നാച്ചുറൽ കളർ പ്രകൃതി വർണ്ണം കൊണ്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. പണ്ടത്തെ ആ ചിത്രത്തിൻ്റെ അതേ ഭാവത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ചുമർ ചിത്രം വരച്ചിട്ടുള്ളത്. ഇതിലുപയോഗിച്ചിട്ടുള്ള വർണ്ണങ്ങൾ കാവിച്ചുവപ്പ്, മഞ്ഞ, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ല് അരച്ചിട്ട് ഉണ്ടാക്കിയ കളറുകളാണ്. കട്ടനീലം ഉപയോഗിച്ചിട്ടാണ് നീലവർണ്ണം ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ വെള്ള നിറത്തിന് ചുണ്ണാമ്പും ഇളനീർ വെള്ളവും കൂട്ടിയിട്ടാണ് വെളുത്ത നിറം ഉപയോഗിച്ചിരിക്കുന്നത്. കറുപ്പിന് വേണ്ടിയിട്ട് എണ്ണക്കരിയാണ്, പണ്ടത്തെ കൺമഷി കൂട്ടന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ കളറുകൾക്ക് പിടുത്തത്തിനായിട്ട് വേപ്പിൻ പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആര്യവേപ്പിൻ്റെ പശ കളർ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചുമർ ചിത്രം വരച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നാച്ചുറൽ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് കളക്ട് ചെയ്തത്. കാവിച്ചോപ്പും മഞ്ഞയൊക്കെ കുടജാതിയിൽ നിന്നും സൗവർണിക നദിയുടെ തീരത്തു നിന്നാണ് കളക്ട് ചെയ്തത്. അത് കളക്ട് ചെയ്തതിന് ശേഷം വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേക ഒരു പ്രൊസീജിയർ വഴി കളറ് ഉണ്ടാക്കി അത് ചുമർ ചിത്രം വരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കർണാടകയിലെ കൊല്ലൂർ കുടജാദ്രിയിൽ നിന്നും സൗവർണിക തീരത്തു നിന്നുമാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും വേണ്ട കല്ലുകൾ ശേഖരിച്ചെത്തിച്ചത്. വെള്ള നിറത്തിന് ചുണ്ണാമ്പും പച്ചയ്ക്ക് നീലമരിയില അരച്ചും നീലയ്ക്ക് കട്ടനീലവും ഉപയോഗിച്ച് മഞ്ഞ നിറത്തിന് തെളിച്ചമുണ്ടാക്കാൻ മനയോലയും ചുവപ്പിന് ചായില്യവും ചേർത്ത് നീലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പഴയ ചുവർ ചിത്രം. പുനരാവിഷ്കരണത്തിലും അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ തോട്ടപ്പായ ശാസ്ത്രശർമ്മൻ പ്രസാദ് പറഞ്ഞു. ഉത്തര കേരളത്തിൽ അഷ്ടമാതൃ ആരാധന നടന്നതിന്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള കളരിവാതുക്കൽ ചുമർ ചിത്രമെന്ന് തന്ത്രശാസ്ത്ര പണ്ഡിതനും ചുമർ ചിത്ര ഗവേഷകനുമായ സുധീഷ് നമ്പൂതിരി പറഞ്ഞു. കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ ചുമർചിത്ര പുനരാഖ്യാനം
നമ്മുടെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. പഴയ ചിത്രം ജീർണോച്ചാവസ്ഥയിലായതുകൊണ്ട് നമ്മൾ പുതിയ ചിത്രം വരക്കുവാൻ തീരുമാനിച്ചു. ദേവിയുടെ അത്യപൂർവമായ ഭാവങ്ങളിൽ ഒന്നാണ് ആ ചിത്രം. അത് നമ്മുടെ അവകാശമായിരുന്നു. ചടങ്ങിൽ ചിറക്കൽ കോവിലകം ഉത്രട്ടാതി തിരുനാൾ CK രാമവർമ്മ വലിയരാജ, ക്ഷേത്രം മൂത്രപിടാരർ താഴത്തില്ലത്ത് വടക്കനിയിൽ കേശവ മൂസദ്, ചിറക്കൽ കോവിലകം ദേവസ്വം മാനേജർ CK സുരേഷ് വർമ്മ, കളരിവാതുക്കൽ ക്ഷേത്രം മാനേജർ ചന്ദ്രശേഖരൻ, TP നാരായണൻ, PV രഘുനാഥ്, ചിത്രസമർപ്പണം നടത്തിയ വടക്കില്ലത്ത് കേശവ പിടാരൻ, ആര്യംവള്ളി നടുവിലെ ഇല്ലത്ത് ഉഷ, രഞ്ജിത്ത് കളരിവാതുക്കൽ, സംഘവഴക്ക ഗവേഷണ പീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറക്കൽ കോവിലകം വലിയരാജ CK രാമവർമ്മ, ചിത്രകാരൻ ശാസ്ത്രശർമ്മൻ പ്രസാദിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചതായി കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു. ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരെ നിർധനരായ രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കും. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഡിയാക് സയൻസ്, ജനറൽ സർജറി, യൂറോ ആൻഡ് നെഫ്രോളജി, ഗാസ്ട്രോ സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും. മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമാണ് ഈ പദ്ധതിയെന്നും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. ഒരു ബൈപ്പാസ് സർജറി, ഉദാഹരണം ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. ഒരു ബൈപ്പാസ് സർജറി ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും 2.5-3 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇത് പൈസ ഇല്ലാണ്ട് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങൾ തൃശ്ശൂർ അതേപോലെ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ആൾക്കാർ കണ്ണൂരിൽ വന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പദ്ധതിയിൽ പങ്കെടുത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളൊരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ 1 ലക്ഷം രൂപയുള്ള ആൾക്ക് 3 ലക്ഷം ആവാത്ത കൊണ്ട് സർജറി നീട്ടി കൊണ്ടുപോകുന്നു. അയാളുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്നു. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയോളം ഏതാണ്ട് 100ഓളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രനും പങ്കെടുത്തു. ഇനി ഒരിടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
കോട്ടയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ കോറി ഉടമയ്ക്കും തോന്നുന്ന നിലയിൽ അയാളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുക, ഇത് കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. ഒരേ നിലയല്ല, ഒരേ രീതിയല്ല. എന്താണോ ഒരാൾക്ക് തോന്നുന്നത് അയാൾ തീരുമാനിക്കുന്ന വിലയാണ് ആ കോറി ഉൽപ്പന്നങ്ങൾക്ക് എന്ന നിലയിലേക്കാണ് വരുന്നത്. ഇത് വലിയ അരാജകത്വമാണ്, അനിശ്ചിതത്വമാണ് ഈ മേഖലയിലെ നിർമ്മാണ മേഖലയിൽ ഉണ്ടാക്കുക. ഗവൺമെന്റ് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ എഞ്ചിൻ വിഭാഗം തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് പ്രകാരം ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്ത് വർക്കെടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് അതിനുശേഷം ഉണ്ടാവുന്ന വിലവർദ്ധനവ് അവരുടെ പ്രവൃത്തിയെ തന്നെ സാരമായി ബാധിക്കുകയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ശക്തമായിട്ടുണ്ടാകുകയും ചെയ്യും. ഗവൺമെന്റ് കരാറുകാർ 2018 ഷെഡ്യൂൾ നിരക്ക് ഉപയോഗിച്ചാണ് പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. മെറ്റീരിയലുകൾക്ക് നിരന്തരം വില വർദ്ധിപ്പിക്കുന്നതിലൂടെ നിലവിൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനോ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ കലക്ടർ ഇടപെട്ട് വിലവർദ്ധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് C ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A വിജയൻ, PM ഉണ്ണികൃഷ്ണൻ, K ജയപ്രകാശ്, രത്നാകരൻ T എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ഫ്ലവർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ KFFPO ജില്ലയിലെ പുഷ്പ കർഷകരുടെ കൂട്ടായ്മ കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 നടത്തുന്നു. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ കലക്ടറേറ്റ് മൈതാനിയിലാണ് ഫ്ലവർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് EK അജിമോൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്ലവർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം 27-ന് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ നിർവഹിക്കും. നമ്മൾ കണ്ണൂർ ജില്ലയിൽ പൂക്കൃഷി ചെയ്യുന്ന ഏകദേശം 140ഓളം കർഷകരുടെ ഒരു കൂട്ടായ്മ ഇതിനോടകം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളമായി അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ പൂക്കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിവിധ പദ്ധതികൾ പൂക്കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകാറില്ല. അപ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിപണന സാധ്യതകൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മാർക്കറ്റിംഗ് ഉറപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഈ മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ള പുഷ്പാലങ്കാര പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന വിവാഹങ്ങൾ, മറ്റുള്ള ചടങ്ങുകളിലൊക്കെ ഈ പൂക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുഷ്പാലങ്കാര പ്രവർത്തനങ്ങൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാത്രമല്ല, നമ്മുടെ കൂടെ ഇതിനോട്ടുള്ള ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗാർഡനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പിന്നെ നല്ല നടീൽ വസ്തുക്കൾ, ഇപ്പം പുഷ്പത്തിൻ്റെയും മറ്റുള്ള ചെടികളുടെയൊക്കെ നടീൽ വസ്തുക്കൾ കൊടുക്കുന്ന ചെറിയ ചെറിയ നഴ്സറികൾ ഞങ്ങൾ ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് പുലിക്കുരുമ്പ എന്ന സ്ഥലത്ത് ഏകദേശം 3000ഓളം ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്ന ഒരു വലിയൊരു നഴ്സറി ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളുടെ അധീനതയിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഇത്രയും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ വരുന്ന നവംബർ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ 2-ാം തീയതി വരെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്ത് വെച്ച് ഞങ്ങളൊരു കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് എന്നുള്ള രീതിയിലൊരു പുഷ്പോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ 27-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആണ് ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നഗരവസന്തമൊരുക്കാൻ കണ്ണൂർ ഫ്ലവർ ഫെസ്റ്റ് 2024 നവംബർ 27 മുതൽ ഡിസംബർ 2 വരെയാണ് നടക്കുക. KFFPOയുടെ ഉദ്ഘാടനം 29-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. 145 പുഷ്പ കർഷകർ KFFPOവിൽ അംഗങ്ങളായിട്ടുണ്ടെന്നും അവർ ഉൽപ്പാദിപ്പിച്ച വാണിജ്യ പൂക്കൃഷിക്ക് ഉതകുന്നതുമായി ചെടികളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിലെ ആകർഷണം. ഫെസ്റ്റിന്റെ ഭാഗമായി കാർഷിക സെമിനാർ, വർക്ക്ഷോപ്പ്, എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. അതോടൊപ്പം വിവിധ ഏജൻസികളുടെ വാണിജ്യ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, ഫൺ പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് അജിമോൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പലരും പരീക്ഷിച്ചു വരുന്ന വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിരീതി പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മുണ്ടേരി പഞ്ചായത്ത് 11-ാം വാർഡ് കാഞ്ഞരോട് തലമുണ്ടയിലെ ബൈജു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് 12 സെന്റ് സ്ഥലത്ത് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ബൈജു ചെയ്തത്. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 38 വർഷത്തോളം പല രാജ്യങ്ങളിലായി ജോലി സംബന്ധമായി പ്രവാസ ജീവിതം നയിച്ച ബൈജു അൾജീരിയയിൽ നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ മാനേജറായി വിരമിച്ച് നാട്ടിൽ വരുമ്പോൾ വ്യക്തമായ കൃഷിമോഹവും ബൈജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അധ്യാപകനായ അച്ഛൻ നല്ലൊരു കർഷകനും കൂടിയായിരുന്നു. അത് കണ്ടാണ് കൃഷിയോടുള്ള താല്പര്യം ബൈജുവിനും തോന്നിയത്. വീടിനോട് ചേർന്ന് കാടുമൂടിയ സ്ഥലം വെട്ടിത്തെളിയിച്ച് കൃഷിയോഗ്യമാക്കുകയാണ് ആദ്യം ചെയ്തത്.
തുടർന്ന് പന്നിശല്യം ഒഴിവാക്കാൻ ഫെൻസിങ്ങും ചുറ്റും മതിലും കെട്ടി ജലസേചനത്തിനായി പഴയ കിണർ വൃത്തിയാക്കി പമ്പ് സെറ്റും വാട്ടർ ടാങ്കും ഡ്രിപ്പ് സൗകര്യവും ഏർപ്പെടുത്തി. വിയറ്റ്നാം മോഡൽ കൃഷിയെപ്പറ്റി യൂട്യൂബിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയത്. 4 ഇഞ്ച് വ്യാസമുള്ള 2.5 മീറ്റർ PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് കമ്പി കയറ്റി മണ്ണിൽ കുഴിയെടുത്ത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് കുരുമുളക് തൈകൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വളപ്രയോഗം ചെയ്ത് നടുകയാണ് ആദ്യപടി ചെയ്തത്. തൈകൾ വളരുന്നതിനനുസരിച്ച് പൈപ്പ് നീട്ടിക്കൊടുക്കാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നിൽക്കുന്ന പറമ്പത്ത് ഞാനൊരു 10-12 സെൻറ്റ് സ്ഥലത്ത് എല്ലാം മരങ്ങളും ആവശ്യമില്ലാത്ത പാഴ്മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അതൊക്കെ അതിൻ്റെ വേരും റൂട്ടും കാര്യങ്ങളൊക്കെ പിഴുതെറിഞ്ഞതിന് ശേഷം ഇവിടെ JCB വെച്ചിട്ട് മണ്ണ് കാര്യങ്ങളെല്ലാം മുഴുവൻ ഇളക്കിയിട്ട് അപ്പോൾ ഇവിടെ പന്നീൻ്റെ ശല്യം കുറുക്കൻ്റെ ശല്യങ്ങൾ കാരണം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചുറ്റോട്ട് ഫെൻസിട്ട് ഒരു ഭാഗത്ത് മതിൽ കെട്ടി. ഇവിടെ ഒരു പഴയൊരു കിണറുണ്ടായിരുന്നു, അതൊന്ന് റിനോവേറ്റ് ചെയ്ത് അതൊരു റിങ്ങൊക്കെ ഇട്ടിട്ട് സ്ഥിരമായിട്ട് വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് അതിനനുബന്ധിച്ചിട്ട് തന്നെ ഒരു വാട്ടർ ടാങ്കും ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കും ആക്കി. അപ്പോൾ വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഫെൻസ് ഇതെല്ലാം പ്രൊട്ടക്ഷനൊക്കെ ആദ്യം എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. യൂട്യൂബിൻ്റെ അകത്തുനിന്നും കാര്യങ്ങളിലൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് ചാഞ്ഞത്. എനിക്ക് അല്ലാതെ വീട്ടിലെ കരയേക്കാലിലും മരത്തിൻ്റെ മുകളിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടും കുരുമുളക് ഉണ്ട് നമുക്ക് അത്യാവശ്യം മോശമുള്ള വീട്ടാവശ്യത്തിനും കുറച്ചൊക്കെ വിൽപ്പനക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷി യൂട്യൂബിൻ്റെ അകത്ത് കൂടെ എല്ലാം കണ്ട് വളരെ ആദായം കിട്ടും എന്നുള്ളതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ഒരു കുരുമുളക് PVC പൈപ്പിൻ്റെ മുകളിൽ പടർന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തത്. കുരുമുളക് കൃഷിയുടെ കൂടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളായ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, പയർ, കാബേജ്, കോളിഫ്ലവർ, താലോരി, കയ്പ, അൾജീരിയൻ സ്വീറ്റ്, വാട്ടർമെലൺ കൂടാതെ കവുങ്ങ്, വാഴ തുടങ്ങിയവയും ഇടവിളയായി കൃഷി ചെയ്തിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ കൃഷിത്തോട്ടത്തിലിറങ്ങിയാൽ വൈകുന്നേരമേ വിശ്രമമുള്ളൂ. സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്നുമുള്ള ഒരു ഫലം കിട്ടുമ്പോഴുള്ള മാനസികമായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ബൈജു പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ഷൈനയുടെ പൂർണ്ണ പിന്തുണയും ബൈജുവിനുണ്ട്. 2 പെൺമക്കളിൽ മൂത്ത മകൾ ഐശ്വര്യ ഭർത്താവ് വിഷ്ണുവും UK-യിലും, രണ്ടാമത്തെ മകൾ അപ്സര നെതർലാൻഡിൽ സിവിൽ എഞ്ചിനീയേഴ്സ് മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ്. വയനാട് ദുരന്തത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരെ CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴഞ്ചിന് ആത്മാർത്ഥത കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ രോഷം. ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. ഇന്ന് തെക്കും വടക്കുമായി ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. അദ്ദേഹം നിസ്സംഗനാണ്, അദ്ദേഹത്തിന് ശബ്ദമില്ല. കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതുപോലൊരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്ന ഈ നിശബ്ദതയും നിസ്സംഗതയും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മനസ്സാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപട്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് CN ചന്ദ്രൻ പറഞ്ഞു. വയനാട് ദുരന്തത്തെപ്പറ്റി കേന്ദ്രമന്ത്രി V മുരളീധരൻ നടത്തിയ പരാമർശം അപഹാസ്യമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരാജകത്വം നിലനിൽക്കുന്നു. മണിപ്പൂരിൽ കലാപം തുടരുകയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിസ്സംഗത പുലർത്തുകയാണെന്ന് CN ചന്ദ്രൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KT ജോസ്, CP ഷൈജൻ, A പ്രദീപൻ, വെള്ളോറ രാജൻ, KM സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കനറ ബാങ്ക് പേരാവൂർ മാരത്തൺ 6ാം എഡിഷൻ ഡിസംബർ 21 നടക്കും. കാലത്ത് 6 മണിക്ക് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്നുമാണ് മാരത്തോൺ ആരംഭിക്കുന്നത്. 1.5 കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം. വിവിധ വിഭാഗങ്ങൾക്കായി 1.5 കിലോമീറ്ററിൽ പ്രൈസ് മണിയും കുടുംബാംഗങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 3.5 കിലോമീറ്റർ ഫണ്ട് റണ്ണും ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരാവൂർ മാരത്തൺ 6ാമത്തെ എഡിഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നു വരുന്നു. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 5000 പേരുടെ പാർട്ടിസിപ്പേഷനാണ്. എണ്ണം കൊണ്ട് ഏകദേശം കേരളത്തിലെ 2ാമത്തെ വലിയ മാരത്തണായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു. ഈ കാനറ ബാങ്ക് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നത്
ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷനാണ്. അവർ 8 lakhs ആണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പായിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിന് കൂടെ പല സ്പോൺസേഴ്സും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം പേരാവൂരിനെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും മികച്ച സ്പോർട്സ് വില്ലേജായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. കാലത്ത് 6 മണിക്ക് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്നുമാണ് മാരത്തോൺ ആരംഭിക്കുക. പേരാവൂർ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, കോളേജുകൾ, സ്കൂളുകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവ പരിപാടിയുടെ നടത്തിപ്പിനായി കൈകോർക്കും. ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജാണ് ഇവന്റ് അംബാസിഡർ. പേരാവൂർ നമ്മുടെ ഇന്ത്യയിൽ സ്പോർട്സിൽ ഒരു ഈവൻറ്റിന് മാത്രമല്ല പല ഈവൻറ്റ്സിനും പേര് കേട്ട ഒരു ഗ്രാമമാണ്. അവിടെ ഇന്ന് വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ ധാരാളമായിട്ട് സ്പോർട്സിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തെ മൊത്തം എങ്ങനെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ പേരാവൂർ മാരത്തൺ എന്ന ഒരു ആശയം വന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് നല്ല രീതിയിൽ നടത്തുന്നു. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ മാരത്തൺ വിതിൻ 6 years ഇപ്പോൾ ഒരു 5000-ന് മുകളിൽ ആളുകൾ ഓടുന്ന ഒരു വലിയ മാരത്തണായിട്ട്, അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും റണ്ണേഴ്സ് വരുന്നുണ്ട്. നല്ല രീതിയിലൊരു വില്ലേജ് മാരത്തണായിട്ട് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ വലിയൊരു ഈവൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. 5000-ൽ പരം ഓട്ടക്കാരും അതിന്റെ 3 ഇരട്ടി ജനക്കൂട്ടത്തെയുമാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 കിലോമീറ്ററാണ് ഓട്ടത്തിന്റെ ദൈർഘ്യം. വിവിധ വിഭാഗങ്ങൾക്കായി 1.5 കിലോമീറ്റർ പ്രൈസ് മണിയും കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 3.5 കിലോമീറ്റർ ഫൺ റണ്ണും ക്രമീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 10,000, 5,000, 3,000 എന്ന ക്രമത്തിൽ ആദ്യത്തെ 3 സ്ഥാപനങ്ങൾക്കും അതിനുശേഷം ഫിനിഷ് ചെയ്യുന്ന ആദ്യ 7 ഓട്ടക്കാർക്ക് 1000 രൂപ വീതവും നൽകും. ഇതേ ക്രമത്തിൽ വനിതാ വിഭാഗത്തിന് സമ്മാനങ്ങൾ നൽകും. 18 വയസ്സിൽ താഴെയുള്ള ആൺ പെൺ കുട്ടികൾക്ക് പ്രത്യേക ക്യാഷ് പ്രൈസ് നൽകും. ഓട്ടത്തിനൊടുവിൽ എല്ലാവർക്കും ഫിനിഷർ മെഡൽ ലഭിക്കും. ഓപ്പൺ കാറ്റഗറിയിൽ 600, ഫൺ കാറ്റഗറിയിൽ 400, 18 വയസ്സിന് താഴെയുള്ളവർക്ക് 250 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447263904 9447805822 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ അഞ്ജു ബോബി ജോർജ്, ജനറൽ സെക്രട്ടറി MC കുട്ടിച്ചൻ, കനറ ബാങ്ക് മാനേജർ ഗംഗാധരൻ, അനൂപ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചിത്രകലയെ നെഞ്ചോട് ചേർത്ത് ചാലയിലെ പ്രിയ കലാകാരൻ പ്രമോദ്. ജീവൻ തുടിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് കരയൻ ഹൗസിൽ പ്രമോദിന്റെ വരയിലൂടെ പിറന്നത്. ദൈവങ്ങളും പ്രകൃതിയും എല്ലാം ചായക്കൂട്ടിൽ പുനർജനിച്ചു. ഒപ്പം ബോൺസായി മരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വീട്ടിലും ഒരുക്കിയിട്ടുണ്ട് പ്രമോദ്. കലാപരമായിട്ടുള്ളത് എന്തും അനന്തസാഗരമാണ്. അങ്ങനെ ഒരാളെ തേടിയാണ് ഞങ്ങൾ ചാലക്കുന്ന് ചിന്മയ മിഷൻ കോളേജിന് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെത്തിയത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാൻ പോകുന്ന പൂരം കേട്ടറിയണ്ടെന്നല്ലേ. ഈ കാണുന്ന ചിത്രങ്ങളിലെ ജീവന്റെ തുടിപ്പ് ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇല്ല. കാരണം അത്രയേറെ പൂർണ്ണതയോടെയാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ കലക്കു പിന്നിലെ കലാകാരൻ ചാലക്കുന്ന് ചിന്മയ മിഷൻ കോളേജിന് സമീപം കരയൻ ഹൗസിൽ പ്രമോദാണ്. ചിത്രരചന പഠിക്കാത്ത ഇദ്ദേഹം വിവിധ തരം കുപ്പികളിൽ തീർത്ത വർണ്ണവിസ്മയം കാണേണ്ടത് തന്നെയാണ്. തെയ്യങ്ങൾ, മൊണാലിസ, പീലി വിടർത്തിയാടുന്ന മയില് തുടങ്ങി എത്രയെത്ര ചിത്രങ്ങളാണ് കുപ്പിയിൽ ജീവൻ വെച്ചത്. ഈ ചിത്രങ്ങൾ എല്ലാം അക്രലിക് പെയിന്റിലാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ കരിങ്കല്ലിൽ തീർത്ത ശിവരൂപം, ചുവരിൽ വരച്ച ഗീതോപദേശം, മരപ്പലകയിൽ തീർത്ത പെയിന്റിംഗ് എന്നിവയും പ്രമോദിന്റെ വരകളിൽ പിറന്നിട്ടുണ്ട്. പ്രമോട്ട, ഇത് ഈ ഒരു ആർട്ട് നിങ്ങൾ തുടങ്ങാനുണ്ടായ ഒരു പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ ടൈമിന് കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിലെല്ലാം ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒന്ന് ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് പ്രമോട്ടിന് മുന്നേ പരിചയമുണ്ടോ ഇതേപോലുള്ള ആർട്ട് അങ്ങനെ പരിചയം ഉണ്ടായില്ല. സ്കൂൾ പഠിക്കുന്ന കാലത്തെല്ലാം ഡ്രോയിങ് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അതിനങ്ങ് ഒഴിവാക്കിയ പോലെയാണ്. പിന്നെ അതിനുശേഷമാണ് അതെ അതിനുശേഷമാണ് പിന്നെ ഇതുമായിട്ട് ഒരു ഞാൻ ആദ്യം ചെറുങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. അപ്പോൾ എനിക്കൊരു
ഒരു ടച്ച് കിട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി നമുക്കൊന്ന് എന്നാൽ വിപുലമായിട്ടൊന്ന് ചെയ്യുക. അങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് കുപ്പിയെല്ലാം സംഘടിപ്പിച്ച് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കുപ്പികളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇല്ല, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അത് അങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുവാണ്. കരിങ്കല്ലിൽ കൊത്തിയ ഒരു കരിങ്കല്ലൊന്നും ചെയ്തില്ല. അതെ അതെ അത് ഇങ്ങനെ ഒരു കല്ല് കിട്ടി, അത് ഒരു നല്ല ഷേപ്പുള്ള കല്ല്. അപ്പം അതിലങ്ങനെ ഒന്ന് ചെയ്യാന്നുള്ള ഇതിലൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുപ്പിയിലൊക്കെ എന്ത് പെയിന്റാണ് ഉപയോഗിച്ചത് ഇത് ചെയ്യാൻ വേണ്ടി? കുപ്പിയിൽ അക്രിലിക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ കാരണം ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്തേ ഉള്ളൂ. അത് കൃത്യമായൊന്നും എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. എന്നാലും കാണാൻ ഒരു വൃത്തിയുണ്ട്, അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ തന്നെ. ഞാൻ പിന്നെ അതെ എല്ലാം അക്രിലിക് തന്നെ ചെയ്തിന്. അപ്പം ചെയ്ത് നോക്കിയതാണ്. നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാൽ ഒരു ഇവ കൂടാതെ ബോൺസായി മരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ കൈവശം. 32 വർഷങ്ങൾക്ക് മേൽ പ്രായം വരുന്ന ബോൺസായി അരയാൽ മരം ഇവിടെയുണ്ട്. ബോൺസായി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെറിയ ചെടീനെ നമ്മൾ കൊണ്ടുവന്ന് ഒരു പരന്ന പാത്രത്തിൽ അതിനെ നട്ട് അതിനെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷമെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണ് മാറ്റണം. മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ പുറമേയുള്ള വരുന്ന വേരുകളും ഇതെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ തായ് വേര് മാത്രം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അത് വർഷം തോറും അങ്ങനെ ചെയ്തിട്ട് പിന്നെ അപ്പം വളരുന്നതിന് കണക്കായിട്ട് നമ്മൾ അതിൻ്റെ പിന്നെ ഈ അതിൻ്റെ ഇതും പിന്നെ ഈ ഇതിൻ്റെ തളിര് വരുന്നതിന് കുറേയധികം കട്ട് ചെയ്ത് മാറ്റുക. വേണ്ടുന്ന മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം കിട്ടൂല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 32 വർഷമായി ഇതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ബോൺസായിൻ്റെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിലും ചെറുതായിട്ടെല്ലാം ആക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെതായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സമയം കൂടി വേണമല്ലോ. അതെ, സമയം വേണം. പിന്നെ എപ്പോഴും കിട്ടുന്ന സമയം ചെയ്യൂ, അത്രേ ഉള്ളൂ. കൊറോണ കാലഘട്ടമാണ് പ്രമോദിനെ ഈ വഴിക്ക് നയിച്ചത്. ചിത്രരചന അറിയാതെ ഇത്രയധികം ചിത്രങ്ങൾ വരയ്ക്കാനും ബോൺസായി മരങ്ങളുടെ പരിപാലനം എങ്ങനെയെന്നറിയാതെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയിലാണ് പ്രമോദ്. വെൽഡിംഗ് ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ ചിത്രരചന തുടരണം എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഭാര്യയും കുട്ടികളും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി കൂടെ തന്നെയുണ്ട്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സിറ്റി ന്യൂസ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ റെഡി. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.